കൂട്ടുകാർക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വല്ലാത്ത വിഷമത്തിലാണ് ജാനകി അബിയും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഈ നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടാണെങ്കിൽ സൂര്യനാരായണൻ ഒരിക്കലും എഴുന്നേക്കാൻ പോലും സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ അവസ്ഥ എന്തായി തീരും. പോരാത്തന് അമ്മ ഇതുവരെയായിട്ട് ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. എത്ര ശത്രു ആണെങ്കിൽ കൂടി ഒന്ന് കാണാൻ വരേണ്ട മര്യാദയുണ്ട്. അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മേനെ കുറിച്ച്. പക്ഷെ അമ്മ ഇതിലായിട്ടും വരാൻ കൂട്ടാക്കിയിട്ടില്ല. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ജാനകി അബിയോട് പറഞ്ഞു, എന്നാലും അമ്മയുടെ മനസ്സ് ഇത്രമാത്രം ക്രൂരമാണോ? അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണായിരുന്നു. ഓരോരുത്തർ വരുമ്പോഴും അച്ഛൻ പ്രതീക്ഷയോടെ നോക്കുന്ന നമ്മൾ കാണുന്നില്ലേ? അച്ഛന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ വരണം എന്നൊക്കെ. ഇത് കേട്ടതും അബി പറഞ്ഞു, ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അമ്മയ്ക്ക് അമ്മയുടേതായ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. പിന്നീട് അബി സൂര്യനാരായണനെ കാണാനും കയറി ചെല്ലുവാണ്. സൂര്യ പറഞ്ഞു, അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം നിന്നോട് സംസാരിക്കുകയാണെന്ന് പറയും. എന്താ? ഒരു കാര്യം ചെയ്യാം, സക്കീർ വക്കീലിനെയും കൂടെ ഒന്ന് വിളിക്കണമെന്ന് പറയണം. എന്തിനാ അച്ഛാ ഇപ്പൊ വക്കീലിനെ വിളിക്കുന്നത്? എനിക്ക് കാര്യമുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറയും. അച്ഛാ, ഇപ്പൊ അച്ഛൻ വയ്യാതെ കിടക്കുമല്ലേ, ഈ അവസ്ഥയെ വക്കീലിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? വേണം മോനെ, നീ വിളിക്കുക, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പക്ഷെ എനിക്കിനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അപ്പൊ എനിക്ക് അതിനു മുമ്പ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അബി പറഞ്ഞു, വേണ്ട അച്ഛാന്ന് പറയണം. പക്ഷെങ്കില് സൂര്യനാരായണൻ സമ്മതിച്ചില്ല. അവസാനം സൂര്യനാരായണൻ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അബി വക്കീലിനെ വിളിക്കുകയാണ്. സക്കീർ ഹുസൈനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്, വക്കീലിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞു പറയണം. അങ്ങനെ അവസാനം സക്കീർ വക്കീല് സൂര്യനാരായണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നിപ്പോ അബിയോട് ചോദിച്ചു, എന്താ, എന്തേലും പറഞ്ഞെന്ന് ചോദിക്കും. അച്ഛൻ, ഇല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല, വക്കീലിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞെന്നുള്ളവരെ പറയുവാണ്. അങ്ങനെ അബി വക്കീലിനെ കൊണ്ട് അകത്തേക്ക് കയറുവാണ്. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ പറഞ്ഞു, അബി, എനിക്ക് വക്കീലിനോട് കുറച്ച് നേരം തനിച്ച് സംസാരിക്കണമെന്ന് പറയാണ്. പിന്നീട് അബി പുറത്തേക്ക് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ അബിയോട് വക്കീലിനോട് പറഞ്ഞു, വക്കീലിന് അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് കൈയും കാലും ഒന്നും ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇനി എത്ര കാലം ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറയാം. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, സൂര്യ സാർ ഇനി ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും. എനിക്ക് ഉറപ്പുണ്ട് സൂര്യ സാറിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പറയാണ്. അതൊക്കെ വലിയ പ്രതീക്ഷകൾ മാത്രമല്ല വക്കീലെ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറയാണ്. എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് കുറെ കാര്യങ്ങൾ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ്. പിന്നീട് വക്കീല് പോവാണ്. പോകുന്ന സമയത്ത് അബിയോടെ ജാനകിയോടോ എന്താണ് സൂര്യനാരായണൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അബിയും ജാനകി അതിന് ചോദിക്കാനും പോയില്ല. കാരണം അച്ഛൻ രഹസ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന മര്യാദകേടാണല്ലോ. അതുകൊണ്ട് ചോദിക്കാനും പോയില്ല. ഈ സമയത്ത് തമ്പി വീട്ടിലേക്ക് വന്നിട്ട് നേരെ അപർണേനെ വിളിക്കുകയാണ്. അപർണേനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിന്റെ അമ്മായിച്ചനുണ്ടല്ലോ, ഞാൻ ഇന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറയാണ്. എന്നിട്ട് എന്താ വെച്ചാൽ കാര്യങ്ങൾ കണ്ടിട്ടോ? കാണാൻ പറ്റിയില്ലടി മോളെ. എങ്ങനെ കാണാനാ? അബി അവിടെ ഉണ്ടായിരുന്നു. അവൻ വലിയ ഷോ കാണിച്ചു അവിടെ വെച്ച. പിന്നെ എനിക്ക് വേണേ കയറി കാണായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്ന് പറയണം. അച്ഛൻ അങ്ങോട്ട് കയറി കാണാൻ മേലായിരുന്നു ചോദിക്കുകയാണ്. അച്ഛനെ കണ്ടു കഴിയുമ്പോൾ സ്ട്രോക്ക് വന്നിരിക്കുമല്ലേ, ആ നിമിഷം അങ്ങ് തട്ടിപ്പോവാണ്. അത് നല്ല കാര്യമല്ലായിരുന്നു ചോദിക്കും. അവിടെ കിടക്കട്ടെ, കുറച്ചു ദിവസം അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഈ സമയത്ത് അളകാപുരിയിൽ എനിക്ക് കുറച്ച് പണികളുണ്ടെന്ന് പറയണം. അളകാപുരി പണിയോ? അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? നമ്മൾ ഇത്രയും വരെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? എന്റെ ഒരു ഒറ്റ ബുദ്ധി കൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ ആ വിൽപാത്രത്തിന്റെ കാര്യമൊക്കെ അളകാപുരിയിൽ അറിയത്തില്ലോ. അതെല്ലാം നമ്മൾ ഓരോന്നോ കരുക്കളും നീക്കിയതല്ലേ. അപ്പൊ ഇനി ബാക്കി കരുക്കളും കൂടെ നീക്കണമെന്ന് പറയാം. അല്ല, അച്ഛന്റെ ഉദ്ദേശം എന്താ? അളകാപുരിയിലേക്ക് വരാൻ തന്നെ നിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റുവിട്ട എന്തിനായിരുന്നു? ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാൻ വേണ്ട. അപ്പൊ ഇനിയിപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോവാന്ന് പറയണം. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനോ? അച്ഛൻ എന്ത് വർത്താനാ പറയണേ? അച്ഛൻ ഇവിടെ വന്ന് താമസിക്കാനോ? പിന്നെ അല്ലാതെ ഞാൻ അവിടെ വന്ന് താമസിക്കാൻ പോവാ. ഇത് കേട്ടതും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപർണ പറഞ്ഞു, അച്ഛാ, അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. എന്താ നടന്നുകൂടാത്തെ? ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? പിന്നെ ഞാൻ അവിടെ ഒന്ന് താമസിച്ചാൽ എന്താ കുഴപ്പം? അതിനുള്ള കരുക്കളൊക്കെ ഞാനോ അധികം വൈകാതെ തന്നെ നീക്കും. നീ കണ്ടോളം പറയാണ്. അപർണയ്ക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ തമ്പി എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ടെന്ന് അപർണയ്ക്ക് മനസ്സിലായി. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിയുടെ ഭാര്യ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്താ പറയുന്നത് കേട്ടെ? അളകാപുരിയിലേക്ക് പോവാന്നോ? എന്താ മേശ, നിങ്ങൾക്ക് എന്നാ ഭ്രാന്ത് പിടിച്ചോന്ന് നിൽക്കും. അതെ, ഭ്രാന്ത് പിടിച്ച എനിക്കല്ല എന്ന് പറയണ. പിന്നെ നിങ്ങൾ അളകാപുരിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞോ? അളകാപുരിയിലേക്ക് പോകേണ്ട വന്നാൽ പോവാതിരിക്കാൻ പറ്റില്ലോ. പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയാം.
ദേ വേണ്ട കേട്ടോ, നമ്മുടെ മോളുടെ ജീവിതമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന, ഓർമ്മ വേണം. അറിയാലോ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം തകർന്നു പോകും. പിന്നെ അവൾക്കൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അപ്പൊ ദൈവമായിട്ട് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കൊടുത്തിട്ടുണ്ട്. അവളോട് അമലിനോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ പറ. അതിന് പകരം നിങ്ങളും കൂടെ ചെന്നിട്ട് വെറുതെ വേണ്ടാത്ത പണികളൊക്കെ ഓരോന്ന് ചെയ്തിട്ട് അവസാനം അത് കുരിശായിട്ട് മാറില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടി. ഈ തമ്പി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത് കണ്ടോ? അളകാപുരി എങ്ങനെ അസ്തമിച്ചിരിക്കുകയാണ്. സൂര്യനാരായണൻ എന്ന പ്രകാശം അസ്തമിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇപ്പൊ തമ്പിയുടെ കളികളാണ് നടക്കാൻ പോകുന്നത്. ഈ വിശ്വനാഥൻ തമ്പിയുടെ വിശ്വരൂപം അവർ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയം അപർണയുടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. എത്ര പറഞ്ഞാലും അച്ഛനും മോളും അനുസരിക്കില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കരുതി ഇരിക്കുവാണ്. പിന്നീട് ആകെപ്പാടെ വിഷമത്തിലാണ് പൊന്നൂസ് ഇരിക്കുന്നത്. പൊന്നൂസിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ജാനകിയില്ല, അഭിയില്ല. അതിനേക്കാൾ ഉപരി അച്ഛന് എന്തോ വലിയ അസുഖമാണ്. അച്ഛനെ കാണാൻ പോലും പോകാൻ പറ്റിയിട്ടില്ല. പൊന്നൂസ് തന്റെ വിഷമങ്ങള് ലച്ചുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ലച്ചുവിനോട് പറഞ്ഞു, അതെ ലച്ചറിയമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ കാണാൻ പോയാലെന്ന് ചോദിക്കും. എങ്ങനെയാ പൊന്നൂസെ കാണാൻ പോകുന്നേ? നമ്മളെ ആരെയും കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കാം. അത് ശരിയാ, ആരെ കൊണ്ടുപോകുന്നേ? ഒരു കാര്യം ചെയ്താലോ, ഞാൻ ചെറിയോട് പറഞ്ഞു വെക്കാലെന്ന് ചോദിക്കാം. അത് പിന്നെ കൊണ്ടുപോകുമെന്ന് ചോദിക്കണം. നോക്കാം, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറയണ. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് നിരഞ്ജന വരുന്നത്. നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലച്ചു പറഞ്ഞു, അത് പിന്നെ പൊന്നൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊന്നൂസിന് അച്ഛനെ കാണാൻ പോണെന്നാ. ഇത് കേട്ടതും പൊന്നൂസ് ചോദിച്ചു, അല്ല ചെറിയമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ മരിച്ചു പോവെന്ന് ചോദിക്കും. മരിച്ചു പോകാനോ? ആരാ പറഞ്ഞു മരിച്ചു പോന്ന്? അല്ല ഇവിടെ പറയുന്നത് കേട്ടു. ആ പറഞ്ഞ ചെറിയമ്മയൊക്കെ പറഞ്ഞു കേട്ടു, അച്ഛൻ ഉടനെ മരിച്ചു പോന്ന്. അങ്ങനെ മരിച്ചു പോവാം, അച്ഛൻ മരിക്കണ്ട. അച്ഛൻ മരിക്കുന്ന ഈ പൊന്നൂസിന് ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് കേട്ടതും നിരഞ്ജനയ്ക്ക് വല്ലാത്ത വിഷമമായി. നിരഞ്ജന പൊന്നൂസിനെ ചേർത്ത് പിടിക്കുകയാണ്. അത് വെറുതെ ആരാണ്ട് പറയുന്നല്ലേ, അങ്ങനെയൊന്നുമില്ല. ദേ പൊന്നൂസിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. ഈ ചെറിയമ്മല്ലേ പറയണെന്ന് ചോദിക്കും. പൊന്നൂസിന് അച്ഛനെ കാണണോ? കാണണമെങ്കിൽ നാളെ ഈ ചെറിയമ്മ കൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും പൊന്നൂസിന് ഭയങ്കര സന്തോഷമായി. കാണാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് നിരഞ്ജന അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ വിളിച്ചിട്ട് സൂര്യനാരായണനെ കുറിച്ചൊക്കെ തിരക്കാണ്. എല്ലാം ചോദിച്ചു കഴിയുമ്പോൾ നിരഞ്ജന പറഞ്ഞു, ഒരു കുറവില്ല, അങ്ങനെ തന്നെയാന്ന് പറയണ. അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു, പോയില്ല എന്ന് പറയണ. അതെന്താ ഇതുവരെയായിട്ടും പോകാത്ത മോളെന്ന് ചോദിക്കുകയാണ്. പോവാനായിട്ട് പറ്റില്ല, അജയ് ഓരോ തിരക്കുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നിരഞ്ജന അമ്മ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അജയ്ക്ക് എന്തോ മാറ്റമുണ്ട്. അജയ് ഒരു പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാന്ന് തോന്നേ. അവന്റെ മനസ്സിൽ എന്താന്ന് പോലും അറിയത്തില്ല. അല്ല അച്ഛൻ ഇങ്ങനെയായിട്ട് കിടന്നിട്ടും അവൻ എന്താ കാണാൻ പോകത്തെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയണം. ഞാൻ നാളെ പോകുന്നുണ്ടെന്ന് പറയണം. ശരി, നീ പോയി കാണാതിരിക്കില്ല, അറിയാലോ എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് നിരഞ്ജനെ ഉപദേശിക്കുന്നുണ്ട്. നിരഞ്ജനയ്ക്ക് അമ്മയോട് തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഇനിയിപ്പോൾ താനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും വിഷമം. അല്ലെങ്കിൽ തന്നെ അന്ന് ഈ ബന്ധത്തിന് സമ്മതമല്ലായിരുന്നു അവർക്കാർക്കും. പിന്നീട് തന്നെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ബന്ധത്തിന് അവർ സമ്മതിച്ചു തന്നെ. അപ്പൊ ഇനിയിപ്പോൾ തന്റെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് വല്ലാത്തൊരു സങ്കടമാവുമല്ലോ. ഇനിയിപ്പോൾ എന്തിനാ ആ മനസ്സും കൂടെ വേദനിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട് അജയനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞൊന്നുമില്ല. ഈ സമയത്ത് അജയുടെ ഫോണിലേക്ക് ഹണിറോസ് വിളിക്കുകയാണ്. ഹണിറോസ് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി അജയ് കാര്യങ്ങളൊക്കെ? അല്ല നിന്റെ അച്ഛൻ തളർന്നു പോയല്ലോ, ഇനിയിപ്പൊ എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജയ് പറഞ്ഞു, സമയമുണ്ടല്ലോ നോക്കാന്ന് പറയണേ. എത്ര സമയം? അധികം സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം. ഇനിയിപ്പം നിന്റെ അച്ഛനോട് പറ, സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ പറ, അതല്ലേ ഏറ്റവും നല്ലത്. എത്ര കാലം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കണ്ടാന്നാ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ അവിടെ ഒരു കശുപശി ഉണ്ടാവും. എനിക്ക് എന്തായാലും ബിസിനസ്സുള്ള പണം നീ തന്നേ മതിയാവുള്ളൂ, അത് എത്രയും പെട്ടെന്ന് തന്നെ തരണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, തരില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഹണി, തരാന്ന് പറയണം. പിന്നെ എപ്പോഴും നീ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ നിരഞ്ജനയ്ക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. അതെ, നിരഞ്ജനയ്ക്ക് സംശയങ്ങളുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അജയ്. നിരഞ്ജനെ മാനേജ് ചെയ്യേണ്ട ആള് നീയാണ്, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. നീ വേണം ആ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയാണ്. പിന്നീട് അജയ് പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് നിരഞ്ജനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നാളെ പൊന്നൂസിനെയും കൂട്ടി പോകണം. അജയ് വന്നാലും ശരി വന്നില്ലേലും ശരി. പിന്നീട് അജയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അജയ് വരുന്നുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട അജയ് പറഞ്ഞു, ഞാൻ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, അജയുടെ സ്വഭാവം എന്താ അജയ് ഇങ്ങനെ? ഒന്നുമല്ലെങ്കിൽ സ്വന്തം അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ, പിന്നെ അമ്മ ഇതിനായിട്ട് ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്ക് പോലും പോയിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ പോണെന്ന് ചോദിക്കും. ഓ അമ്മ പോയാൽ മാത്രം അജയ് പോവുള്ളൂ എന്ന് ചോദിക്കും. അതെ ഇത്രയും നാളായി ഇതുവരെയായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ എന്താ ചെയ്തു തന്നെ? പ്രത്യേകിച്ചൊന്നും ചെയ്തു തന്നിട്ടൊന്നുമില്ല.
എല്ലാം അഭിയേട്ടന്, പിന്നെ അമലിനും കൊടുത്തു. എനിക്ക് മാത്രം ഒന്നുമില്ല. പിന്നെ ഞാനെന്തിനാ കാണാൻ പോന്നേ? കൊടുത്തവരൊക്കെ വേണേ പോയി ശുശ്രൂഷിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട് നിരഞ്ജന പറഞ്ഞു, അജയ് നീ ഇത്ര ക്രൂരനാവില്ലെന്ന് പറയണം. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, കൂടുതൽ എന്നെ ഭരിക്കാനൊന്നും പറഞ്ഞിട്ടെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനോട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് പിറ്റേ ദിവസം നിരഞ്ജന പൊന്നൂസിനെ ലച്ചുവിനെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൊന്നൂസിനാണ് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പൊന്നൂസ് ഓടിച്ചെന്ന് ജാനകിനെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അതെ, അച്ഛനും മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. ശരിയാണോ അമ്മയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജാനകിയുടെ കണ്ണ് നിറഞ്ഞു. ആരാ പൊന്നൂസിനോട് ഈ കാര്യം പറഞ്ഞ്? അച്ഛന് ഒരു കുഴപ്പമില്ല. അതെ, അച്ഛനെ പൊന്നൂസിനെ കാണണ്ടേന്ന് ചോദിക്കുക. കാണണമെന്ന് പറയാണ്. പിന്നീട് പൊന്നൂസിനെ കൊണ്ട് നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് സൂര്യനാരായണ പൊന്നൂസിനെ കണ്ടതും ഭയങ്കര സന്തോഷമായി. മോളും കൂടി വരാൻ പറയാണ്. ചെന്ന് കഴിഞ്ഞിട്ട് പൊന്നൂസ് സൂര്യനാരായണന് ഉമ്മയെ കൊടുക്കുന്നുണ്ട്. പിന്നീട് പൊന്നൂസ് ഓരോ കാര്യങ്ങൾ വാതാരത പറഞ്ഞുകൊണ്ടിരിക്കുക. സൂര്യനാരായണൻ എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു പൊന്നൂസിന്റെ ആ വരവെന്ന് പറഞ്ഞാല്. കാരണം പൊന്നൂസിനെ എല്ലാവരും കാണാത്തോണ്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം വീണ് കിടപ്പിലായി പോയതാണല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു എഴുന്നേൽക്കുണ്ടാവുമെന്ന് ഒരിക്കലും ഒരു വിശ്വാസമില്ല. ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് സംഭവിച്ചിരിക്കുന്ന ആ ദുർഗതി ഓർത്തിട്ട് അങ്ങനെ വിഷമിച്ച് കിടക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നീട് പൊന്നൂസ് കുറെ സമയം കൂടെ ഇരുന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് നിരഞ്ജനോട് ജാനി ചോദിച്ചല്ല, അജയ് അമ്മയൊന്നും വന്നില്ലെന്ന് ചോദിക്കുക. ഇല്ല ജാനി അടുത്തി വന്നില്ല, ഞാൻ അജയനെ വിളിച്ച അജയ് വന്നില്ല എന്ന് പറയണേ. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, സാരമില്ല, അജയ്ക്കോ അമ്മയ്ക്കൊക്കെ എപ്പോഴേലും വരാൻ തോന്നുവാണെ വരട്ടെ. ഇനിയിപ്പം നീ നിർബന്ധിക്കാൻ പോകണ്ടെന്നൊക്കെ പറയണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.